നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 409 409. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടതെന്ന്. 14ഉം 15ഉം ശ്ലോകങ്ങളൊപ്പം പോവും. ഈ 2 വരി ശ്ലോകമാണ്, ശ്രദ്ധിച്ചോളൂ. സംപീഡ്യപായും പറാഷ്ണിഭ്യാം വായും ഉത്സാരയൻ ശനൈ നാഭ്യാം കോഷ്ടേഷവസ്ഥാപ്യാഹൃതു കണ്ഠശീർഷണി ഉത്സർപ്പയം സ്തുതം മൂർധനി ക്രമേണാവേശ നിസ്പൃഹ വായും വായോഷിതോ കായം തേജസ്തേജസ്യൂയുജത്. ഇതാണ് ശ്ലോകം. അതിൽ വാക്കാർത്ഥം പറയുമ്പോൾ കുതികൾ കൊണ്ട്, കുതി കാലിൻ്റെ കുതി എന്നാണ് പറയുക, പാദകുതി. കുതികൾ കൊണ്ട് ഗുദത്തെ, അതായത് മൂലത്തെ, ഗുദത്തെ നന്നായി അടച്ചിട്ട് മെല്ലെ മെല്ലെ പ്രാണവായുവിനെ മേൽപോട്ട് കയറ്റുന്നവനായിട്ട് പ്രാണസ്ഥാനങ്ങളിൽ നിർത്തിയിട്ട്, അതായത് ഹൃദയത്തിൽ നാഭിയിൽ ഹൃദയം, ഉരസ്, കണ്ഠം, ശിരസ് എന്നീ സ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കുന്നവനായിട്ട്, ആഗ്രഹങ്ങളില്ലാത്തവനായിട്ട്, നിരാശാബോധം ഉണ്ടാവരുത്, ഒന്നും ആഗ്രഹം ഉണ്ടാവരുത്, എല്ലാം ഫുൾഫില്ലായി എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. അതാണ് ആഗ്രഹങ്ങൾ ഇല്ലാത്തവനായിട്ട് ക്രമത്തിൽ അതിനെ മൂർധാവിൽ പ്രവേശിച്ചിട്ട്. ഇതൊരു താന്ത്രിക ചടങ്ങാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ഗുരുവിൽ നിന്ന് ഇത് മനസ്സിലാക്കാതെ കണ്ട് ആരും പ്രവർത്തിക്കാനും പാടില്ല. അപ്പോൾ പ്രവേശിപ്പിച്ചിട്ട് വായുവിനെ വായുവിലും ദേഹത്തെ ഭൂമിയിലും തേജസ്സിനെ തേജസ്സിലും യോജിപ്പിച്ചു. ഇതാണ് സമാധി. പിന്നെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഈ 2 ശ്ലോകത്തിൻ്റെ അർത്ഥം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മൾ ചെയ്യേണ്ടതല്ല, ചെയ്യാം. അത്രയും പരമോന്നതമായിട്ടുള്ള അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആൾക്കാർക്ക്, സെൽഫ് കൺട്രോൾ ഉള്ളവർക്ക്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തെ പറയുന്നുണ്ട്. എന്താ ഭാവാർത്ഥം ചോദിക്കുകയാണെങ്കിൽ, യോഗമാർഗത്തെ ആശ്രയിച്ച് ദേഹത്തെ ഉപേക്ഷിച്ച രീതിയെ ഇത് മുതൽ 5 ശ്ലോകം കൊണ്ട് പറയുന്നു. കുതികൾ കൊണ്ട് ഗുദദ്വാരത്തെ ബലമായി അടച്ചിരുന്നു. ഇരിപ്പിൽ നിന്ന് മുക്താസനം, മോക്ഷത്തിലേക്കുള്ള പൊസിഷൻ, മുക്താസനം എന്നു പേർ. ഗുദത്തിലെ ദ്വാരത്തിൽ കൂടി വായു കീഴ്പോട്ട് സഞ്ചരിക്കാതിരിക്കണമെന്നാണ് ഈ വിധം ഇരുന്നതിൻ്റെ സാരം. ക്രമേണ മെല്ലെ മെല്ലെ പ്രാണവായുവിനെ പ്രാണന് നിലനിൽപ്പാനുള്ള 6 സ്ഥാനങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി യാതൊരു വിഷയങ്ങളിലും ആഗ്രഹമില്ലാത്തവനായിരുന്നിട്ട് മൂലാധാരത്തിൽ നിന്ന് പ്രാണവായുവിനെ നാഭിക്ക് സമീപത്തുള്ള മണിപൂരകം എന്ന ചക്രത്തിലും അവിടെ നിന്ന് ഹൃദയസ്ഥാനത്തിലുള്ള അനാഹതം എന്ന ചക്രത്തിലും അവിടെ നിന്ന് മാറിടത്തിന് മുകളിൽ കണ്ഠത്തിൻ്റെ താഴത്തുമായിരിക്കുന്ന വിശുദ്ധി എന്ന ചക്രത്തിലും അവിടെ നിന്ന് കണ്ഠത്തിൻ്റെ അഗ്രത്തിലും പുരികങ്ങളുടെ നടുവിലുമായ ആജ്ഞാചക്രത്തിലും നിർത്തി മേൽപോട്ട് സഞ്ചരിപ്പിച്ചും കൊണ്ട് ക്രമത്തിൽ മൂർധാവിൽ ബ്രഹ്മരന്ധ്രം 5ാമത്തെ എന്ന് പറയപ്പെടുന്ന സ്ഥാനത്തിൽ നിർത്തിയ ശേഷം ദേഹത്തിൽ യോജിച്ചിരിക്കുന്ന കാര്യരൂപങ്ങളായ പഞ്ചഭൂതങ്ങളെ കാരണഭൂതങ്ങളിൽ യോജിപ്പിച്ച് തൻ്റെ ശരീരത്തിലുള്ള ആകാശം, വായു, അഗ്നി, ജലം, തന്നെയാണ് ജലം എന്ന് പറയുന്നത്, ഭൂമി, ഈ 5നെയും
യോജിപ്പിച്ച് വൃഷ്ടിയായ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന വായുവിനെ സമഷ്ടി വായുവിലും ശരീരാകൃതിയിലിരിക്കുന്ന ഭൂമി അംശത്തെ സമഷ്ടി ഭൂമിയിലും അഗ്നിയാംശത്തെ സമഷ്ടിയായ അഗ്നിയിലും യോജിപ്പിച്ചു. സമഷ്ടിയിൽ നിന്ന് ഭിന്നമല്ല വ്യഷ്ടി എന്നുള്ള ധാരണയെ ആശ്രയിച്ചു എന്ന് സാരം. എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്, സമഷ്ടിയും വ്യഷ്ടിയും. ഇനി 16-ാമത്തെ ശ്ലോകം പറയണു. ഖ്യാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശം ക്ഷിതിമംഭസി തത്തേജസ്യതോ വായോ നഭസ്യമും. ഇതാണ് ശ്ലോകം. അതിന് ഇന്ദ്രിയദ്വാരങ്ങളെ ആകാശത്തിലും ജലത്തിലും സ്ഥാനപ്രകാരം വെവ്വേറെ യോജിപ്പിച്ചു. ഭൂമിയെ ജലത്തിലും അതിനെ തേജസ്സിലും ഇതിനെ വായുവിലും ഇതിനെ ആകാശത്തിലും ലയിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഇന്ദ്രിയദ്വാരങ്ങളായിരിക്കുന്ന ഖണ്ഡമായിരിക്കുന്ന ആകാശാംശങ്ങളെ അഖണ്ഡമായിരിക്കുന്ന ആകാശത്തിലും, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആകാശം പേരിനുള്ളതാണ്, പുറത്തുള്ളതോ ഇൻഫിനിറ്റാണ്, നമ്മുടെ കയ്യിലുള്ളത് ഫൈനൈറ്റാണ്. അതുകൊണ്ടാണ് അഖണ്ഡമായിരിക്കുന്ന ആകാശത്തിലും ശരീരഗതമായ ജലാംശത്തെ സമഷ്ടി ജലത്തിലും സ്ഥാനക്രമം തെറ്റാതെ വെവ്വേറെ യോജിപ്പിച്ചു. സ്ഥാനക്രമം തെറ്റരുത്. ശരീരരൂപേണ പരിണമിക്കുന്ന വിഷ്ടി പഞ്ചഭൂതങ്ങളെ സമഷ്ടി പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിച്ചുവെന്ന് സാരം. അനന്തരം സമഷ്ടിഭൂതങ്ങളുടെ ഉൽപ്പത്തിക്രമത്തിന് വിപരീതമായ രീതിയിൽ ജലത്തെ ധാരണം ചെയ്ത് ഉറപ്പിക്കുന്നു. സമഷ്ടി ഭൂമിയുടെ സമഷ്ടി ജലത്തിലും ജലത്തെ അഗ്നിയിലും അഗ്നിയെ വായുവിലും വായുവിനെ ആകാശത്തിലും ലയിപ്പിച്ചു. എന്നിട്ട് കാര്യത്തെ കാരണത്തിൽ നിന്ന് അഭിന്നങ്ങളായി ഭാവിച്ചതുകൊണ്ട് കാരണം മാത്രമല്ലാതെ കാര്യരൂപത്തിലുള്ള സ്ഫുരണം ഇല്ലാതെയായെന്ന് സാരം. സ്ഫുരണം നിന്ന് കഴിഞ്ഞു. ഇനി 17-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയേഷു മനസ്താനി തന്മാത്രേഷു യഥോത്ഭവം ഭൂതാദിനാം ഉന്യസ്തൃക്ഷിപ്യ മഹത്യാത്മനി സന്ധതേ. മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും അവയെ തന്മാത്രങ്ങളിലും ഇവയെ ഉത്ഭവത്തെ അനുസരിച്ച് ഭൂതങ്ങളുടെ ആദിയിലുണ്ടായ അഹങ്കാരത്തോടും യോജിപ്പിച്ചിട്ട് അതിനെ മഹത്തത്വത്തിലും സന്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. മനസ്സിനെ അതിൻ്റെ വിക്ഷേപകാരണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളെ ശബ്ദാദികളായ തന്മാത്രകളിലും തന്മാത്രങ്ങളെ അവയുടെ കാരണമായ അഹങ്കാരത്തിലും അഹങ്കാരത്തെ മഹത്തത്വത്തിലും ലയിപ്പിച്ചു. മഹത്തത്വത്തിൽ ഈശ്വരീയത്തിൽ ലയിപ്പിച്ചു എന്ന് തന്നെയാണ് പറയണത്, മഹത്തത്വത്തിൽ എന്ന് പറയണം. ഇനി 18-ാമത്തെ ശ്ലോകം ഒരു 3 വരി ശ്ലോകമാണ്, ഒരു 1.5 ശ്ലോകമാണ്. എങ്ങനെ? തം സർവഗുണവിന്യാസം ജീവേ മായാമയേന്യധാത് തം ച അനുശയമാത്മസ്ഥം ആസാവനുശയി പുമാൻ ജ്ഞാനവൈരാഗ്യ വീര്യേണ സ്വരൂപസ്ഥേ അജഹൽ പ്രഭു. എന്താ ഇതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്? സർവഗുണങ്ങളുടെ സ്ഥിതിക്ക് ആധാരമായിരിക്കുന്ന അതിനെ മായാകാര്യമായിരിക്കുന്ന ജീവോപാധി ആയ ലിംഗശരീരത്തിൽ നിധാനം ചെയ്തു. എന്നിട്ടോ ശരീരത്തിലിരിക്കുന്ന ജീവരൂപനായ പുരുഷൻ തന്നിലിരിക്കുന്ന ആ ലിംഗശരീരത്തെയും ജ്ഞാനവൈരാഗ്യശക്തി നിമിത്തം സ്വരൂപത്തിൽ ഇരിക്കുന്നവനായിട്ട് സമർത്ഥനായിട്ട് ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കാൻ സാമർഥ്യം വേണമെന്ന് പറയും. ത്യാഗം ചെയ്യാൻ സാമർഥ്യം വേണം, മനസ്സിൽ ഉറപ്പ് വേണം. കൊടുത്തതിൻ്റെ ശേഷം നഷ്ടബോധം വന്നാൽ നരകം ഫലം, അങ്ങനെ പറയാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പോണത്? സത്വാദികളായ ഗുണങ്ങളുടെ കാര്യങ്ങളുടെ മൂലസ്ഥാനമായിരിക്കുന്ന ആ മഹത്തത്വത്തെ, അഹം ബ്രഹ്മാസ്മി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസിയൊക്കെ ആയി, അത്
മായാകാര്യമായിരിക്കുന്ന ലിംഗശരീരത്തിൽ ലയിപ്പിച്ച് ആ ലിംഗശരീരം താനാകുന്ന ആശ്രയത്തിൽ ഇരിക്കുന്നുവെന്ന് ആത്മജ്ഞാനത്തിൻ്റെയും വിഷയവൈരാഗ്യത്തിൻ്റെയും പ്രാബല്യം നിമിത്തം അറിഞ്ഞതിനാൽ സ്വരൂപമായ ആനന്ദമാത്രനായിരിക്കാൻ ശക്തി സിദ്ധിച്ചതുകൊണ്ട് ജന്മമരണാദികാരണമായ മൂലജ്ഞാനസ്വരൂപമായ ലിംഗദേഹത്തെയും ഉപേക്ഷിച്ചു. പിന്നെ ജനനില്ല. 19 അർച്ചിർനാമ മഹാരാജ്ഞി തത്പത്ന്യാനുഗതാവനം സുകുമാര്യാദർഹാചയൽ പദ്ഭ്യാം സ്പർശനം ഭുവാം. അതായത് പാദങ്ങൾ കൊണ്ട് ഭൂമിയുടെ സ്പർശനം യാതൊന്നോ അതിനുപോലും അർഹയില്ലാതിരിക്കുന്ന മൃദുശരീരമുള്ളവനും മഹാരാജ്ഞിയുമായ അർച്ചിസ് എന്നു പ്രസിദ്ധയായ അവൻ്റെ പത്നി ഒരുമിച്ച് വനം പ്രവേശിച്ചു എന്നാണ്. അതിൻ്റെ ഭാവാർത്ഥം പൃഥുചക്രവർത്തിയുടെ ശരീരത്യാഗത്തെ വിവരിച്ച ശേഷം രാജ്ഞിയുടെ ചരിതത്തെ പറയുന്നു. പാദങ്ങൾ കൊണ്ട് ഭൂമിയിൽ സ്പർശിപ്പാൻ പോലും അർഹതയില്ലാതിരിക്കുന്ന അതിസുകുമാരിയും മഹാരാജ്ഞിയും പൃഥുവിൻ്റെ പത്നിയുമായ അർച്ചിസ് പത്നീധർമ്മമായ പാതിവൃത്യത്തെ അനുസരിച്ച് ഭർത്തൃസഹിതയായിട്ട് തപോവനത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു. ഇനി 20ാമത്തെ ശ്ലോകം. അതീവ ഭർത്തൃവ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരഷദേഹയാത്രയാ നാവിന്ദാർത്തിം പരികർഷിതാഭിസാ പ്രേയസ്കരസ്പർശനമാന നിർവൃതി. എന്താണ് ഭാര്യാഭർത്തൃ ബന്ധം എന്നൊക്കെ ഇതിൽ വളരെ വിശദമായിട്ട് ആഴത്തിൽ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലായി എന്നും വരില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം എന്താ? ലൗകികതയാവുക കാരണം. ഇപ്പോഴുള്ളവരെ ലൗകികത ആംഗിളിലാണ് കാണുന്നത്, പണ്ടുള്ളവരെ അതൊരു ഡിവൈൻ ആംഗിളിലാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭർത്താവിൻ്റെ വ്രതത്തിലും ധർമ്മത്തിലുമുള്ള സ്ഥിതി കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഋഷികളെപ്പോലെയുള്ള ദേഹനിർവാഹം കൊണ്ടും അപ്പം മനുഷ്യനായിട്ടും ഋഷിതുല്യനാവുകയാണ്. എന്നിട്ടോ ഏറ്റവും കൃഷയായിരുന്നുവെങ്കിലും പ്രേയാൻ്റെ പാദസ്പർശം കൊണ്ടും, പ്രേയാൻ ഭഗവാന്റെ എന്നും പറയാം, പിന്നെ പൃഥുചക്രവർത്തി എന്നും പറയാം, സൽക്കാരം കൊണ്ടും സുഖിക്കുന്നവളായിട്ട് അവൾ പീഡയെ പ്രാപിച്ചില്ല. ഇന്ന് തൊട്ടേനും പിടിച്ചതിനൊക്കെ പീഡനങ്ങളാണെന്നാണ് പറയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ പീഡയുണ്ടോ ആ പീഡകളൊന്നും പീഡകളല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. ഭർത്താവിനെ പോലെ തന്നെ നിലത്ത് കിടക്കുക, ഭഗവാനെ സേവിക്കുക, ഭർത്താവിന് ആവശ്യമായ സാധനങ്ങളെ ഒരുക്കി കൊടുക്കുക, ഋഷികളുടെ മട്ടിൽ കന്ദമൂലഫലാദികളെ കൊണ്ട് ദേഹയാത്രയെ നിർവഹിക്കുക എന്നിവ നിമിത്തം കൃഷിയായിരുന്നുവെങ്കിലും ഭർത്തൃപാദസ്പർശനം നിമിത്തം സൽക്കാരം നിമിത്തവും ആനന്ദത്തെ അനുഭവിച്ചതുകൊണ്ട് ദുഃഖിതയായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവൻ്റെ ഡെസ്റ്റിനി എന്താ? ആനന്ദിക്കുക എന്നുള്ളതാണ്. പക്ഷേ മായയിൽ കുടുങ്ങ കാരണം നമ്മൾക്ക് ആനന്ദം നഷ്ടപ്പെട്ടിട്ട് സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വ സ്വഭാവത്തിൽ നമ്മൾ സമയം കളയാണ്. അപ്പോൾ ദ്വന്ദ്വ സ്വഭാവങ്ങളെ ത്യജിക്കാൻ സാധിച്ചാൽ മാത്രമേ ആനന്ദം അനുഭവിക്കാൻ പറ്റുള്ളൂ. അതാണ് ഡെസ്റ്റിനി. പക്ഷെ നമുക്കത് അറിയാണ്ട് പോയി. അപ്പോൾ അടുത്ത ശ്ലോകം എഗെയിൻ 4 വരി ശ്ലോകമാണ്. ദേഹം വിപന്നാഖിലചേതനാദികം പത്യുപൃഥിവ്യാധൈതസ്യ ചാത്മന ആലക്ഷ്യ കിഞ്ചിശ്ച വിലപ്യ സാ സതി ചിതാം അധാരോപയത അദ്രിസാനുനി. ഇതാണ് ശ്ലോകം. ഭൂമിയുടെ പാലകനും തൻ്റെ പ്രിയതമനുമായ രാജാവിൻ്റെ ശരീരത്തെ വിഗതമായിരിക്കുന്ന ചൈതന്യാദി സർവഭാവത്തോടും കൂടിയിട്ട് കണ്ടിട്ട് അല്പം വിലപിച്ചിട്ട്, അല്പം കരയാം ഭർത്തൃവിയോഗത്തിൽ, കരഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ അല്പം
വിലപിച്ചിട്ട് ആ പതിവ്രത മലയുടെ താഴ്വരയിൽ അനന്തരം ചിതയുണ്ടാക്കി ഭർത്താവിൻ്റെ ശരീരത്തിനെ അതിൽ വെച്ചു. അത്ര മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഇത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. നമ്മൾ സങ്കല്പിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഭർത്തൃസഹിതയായിട്ട് തപോവനത്തിലിരുന്ന സ്ഥിതിയെ സൂചിപ്പിച്ച ശേഷം ഭർത്തൃദേഹത്യാഗാനന്തരം എന്തു ചെയ്തുവെന്നതിനെ പറയുന്നു. ഭൂമിയെ പരിപാലിച്ചിരിക്കുന്ന തൻ്റെ പ്രീതമൻ്റെ ശരീരം ചേതനാവിരഹിതവും സർവചേഷ്ടകളിൽ നിന്ന് വിട്ടതുമായിട്ട് കണ്ടപ്പോൾ പതിവ്രതയായതുകൊണ്ട് ഭർത്തൃസ്നേഹപാരവശ്യം നിമിത്തം കുറച്ചു നേരം വിലപിച്ചു. അത് കഴിഞ്ഞിട്ടോ കർമ്മോത്സുകയായി അവൾ അല്പം കരഞ്ഞു. അനന്തരം പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വിറകുകൾ ശേഖരിച്ച് ചിത കൂട്ടി ഭർത്തൃശരീരത്തെ അതിന്മീതെ വെച്ചു. ഒരു സല്യൂട്ട് കൊടുക്കണം അല്ലേ? ഇനി 22, അതും 4 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. വിധായ കൃത്യം ഹൃദി നിജലാപ്ലുത തതോദകം ഗപരത്തുരുദാരകർമ്മണാം നത്വാം എവിടെ നടത്തി. അപ്പോൾ പറഞ്ഞു, നദിയിൽ സ്നാനം ചെയ്തിട്ട്, കൃത്യത്തെ ചെയ്തിട്ട് നദിയിൽ സ്നാനം ചെയ്തിട്ട് ഉത്കൃഷ്ടകർമ്മങ്ങളെ നടത്തിയിരുന്ന ഭർത്താവിന് ജലം നൽകിയിട്ട്, അതായത് വെള്ളം തൂവിയിട്ട് അന്തരീക്ഷത്തിലിരിക്കുന്ന ദേവന്മാരെ നമസ്കരിച്ചിട്ട്, ദേവന്മാർ എവിടെ ഇരിക്കണത്? അന്തരീക്ഷത്തിൽ. അവർക്ക് ഭൂമിയിൽ കാലുകുത്താൻ പറ്റില്ല. അത് പ്രതിഷ്ഠാവിധികൾ അറിയണവർക്കറിയാം. പുരുഷശില ആണ് സ്ഥാപിക്കുന്നത് വിചാരിച്ചാൽ അത് സ്ത്രീശിലയിലായിരിക്കണം. അതിൻ്റെ താഴെ നപുംസകശിലയായിരിക്കണം. എന്നാൽ ഭൂമിയിലാണോ? അല്ലേ. ഇനി ദേവീ വിഗ്രഹം കാണിച്ചാലോ അത് പീഠ ഏതായിരിക്കണം? പുരുഷശിലയായിരിക്കണം. അതിൻ്റെ താഴെ നപുംസകശിലയാണ്. അപ്പോൾ അതാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ആളാണ് മനസ്സിലാവുക. അപ്പോൾ 3 പ്രദക്ഷിണം ചെയ്തിട്ട് ഭർത്തൃപാദങ്ങളെ ധ്യാനിക്കുന്നവളായിട്ട് വന്യയെ പ്രവേശിച്ചു. ഉടന്തടി ചാടി എന്നാണ് പറഞ്ഞത്, ചിതയിലേക്ക് ചാടി. അപ്പോൾ പറഞ്ഞു, ചിതയിൽ ഭർത്തൃശരീരത്തെ വെച്ചതിന് ശേഷം ചെയ്യേണ്ടതായ മറ്റു കാര്യങ്ങളെ ചെയ്തു. നദിയിൽ ഇറങ്ങി സ്നാനം കഴിച്ചു. പൃഥിവീദോഹനം മുതലായ മഹൽ കർമ്മങ്ങളാൽ സുപ്രസിദ്ധനായിരുന്ന ഭർത്താവിന് ഉദകം സമർപ്പിച്ചു. സ്വർലോകത്തിലിരിക്കുന്ന ദേവതമാരെ നമസ്കരിച്ചു. ഭർത്താവിൻ്റെ പാദങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് അഗ്നിയിൽ പ്രവേശിച്ചു. അതുകൊണ്ട് പൊള്ളിയില്ല എന്നാണ് പറഞ്ഞത്, പൊള്ളില്ല. ഇനി 23, വിലോക്യാനുഗതാം സാധ്വീം പൃഥും വീരവരം പതിം തുഷ്ടുവരദാ ദേവേ ദൈവപത്ന്യാ സഹസ്രശാം. അതായത് വീരാഗ്രഗണ്യനായ ഭർത്താവായ പൃഥുവിനെ അനുഗമിച്ച് പതിവ്രതയെ ദേവന്മാരോടുകൂടിയവരും വരം ദാനം ചെയ്യുവാൻ സമർത്ഥകളുമായ ദേവപത്നിമാർ അനേകം പേർ നോക്കിയിട്ട് ഈ പൃഥുവിൻ്റെ ഭാര്യ അർച്ചിസിനെ സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത് എങ്ങനെ? പരമപുരുഷാർത്ഥത്തെ പ്രാപിപ്പാൻ തക്കവിധം ഇന്ദ്രിയജയം, അതായത് മോക്ഷം, ഇന്ദ്രിയജയം പ്രാപിച്ച വീരശ്രേഷ്ഠനും സ്വഭർത്താവുമായ പൃഥുവിനെ അനുസരിച്ച് ശരീരത്യാഗം ചെയ്ത പതിവ്രതയെക്കുറിച്ച് ഭർത്തൃസഹിതകളും അഭീഷ്ടവരം കൊടുപ്പാൻ സമർത്ഥകളുമായ ദേവസ്ത്രീകൾ അനേകം പേർ ഹർച്ചിസിനെ സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 24, അത് 2 വരി ശ്ലോകമാണ്. കുറുവത്യകുസുമാസാരം തസ്മിൻ മന്ദരസാനുനി നദൽസ്വം അരരുതുര്യേഷു ഗൃണന്തി സ്മ പരസ്പരം. അതായത് ദേവവാദ്യങ്ങൾ, അതായത് ദുന്ദുവി മുതലായിട്ടുള്ള ദേവവാദ്യങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ശബ്ദിക്കുന്ന സമയത്തിൽ
ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വഴിയിൽ പുഷ്പവർഷത്തെ ചെയ്യുന്നവരായിട്ട് പരസ്പരം അന്യോന്യം പറഞ്ഞു. എത്ര ഭാഗ്യവതിയാണ് അവൾ! ഇതാണ്. അപ്പോൾ ദമ്പതിമാരായ അവർ ഒരേ സമയത്ത് ശരീരം വെടിഞ്ഞ് വൈകുണ്ഠലോകത്തെ പ്രാപിക്കുമ്പോൾ ദേവന്മാരുടെ വാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നിട്ടോ ആ സമയം ആ ദമ്പതിമാരുടെ തപോവനമായിരുന്ന മന്ദരപർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ പുഷ്പവർഷം ചെയ്തുകൊണ്ട് ദേവികൾ അന്യോന്യം ഇങ്ങനെ സംഭാഷണം ചെയ്തു എന്നാണ് പറഞ്ഞത്. ദേവ്യ ദേവിമാര് പറഞ്ഞു എന്നാ അർത്ഥം. 25-ാമത്തെ ശ്ലോകം. അഹോ ഇയം വധുർധന്യാ യാചൈനം ബുഭുജാം പതിം സർവാത്മനാ പതിം ഭേജേ യജ്ഞേശം ശ്രീർവധൂരിവാം. അതായത് രാജാക്കന്മാരുടെ പാലകനായ ഭർത്താവിനെ ഈ ശ്രീ വിഷ്ണുവിനെ പത്നിയായ ലക്ഷ്മീദേവി എന്ന പോലെ സർവഭാവത്തോടുകൂടെ ഭജിച്ചു. ആശ്ചര്യം, ധന്യ തന്നെ. ദേവസ്ത്രീകളുടെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ദേവികൾ പറഞ്ഞു, സർവരാജാക്കന്മാരെയും പരിപാലിച്ചിരുന്ന സ്വഭർത്താവിനെ സാക്ഷാൽ ശ്രീ വിഷ്ണുവിനെ ശ്രീദേവി എന്ന പോലെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഈ രാജ്ഞി മഹാധന്യ തന്നെ. ഈ വിധം വരുന്നത് ലോകത്തിൽ ആശ്ചര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പൃഥുചക്രവർത്തിയും ഭാര്യയായിരിക്കുന്ന അർച്ചസിനെ പോലെ ഒരു ജോഡി ഈ ലോകത്തിൽ കണ്ടിട്ടില്ല എന്നർത്ഥമായി. ഇനി 26-ാമത്തെ ശ്ലോകം നോക്കുക. സൈഷാനൂനം വ്രജത്യുർധമനു വൈന്യം പതിം സതി പശ്യദാസ്മാനതീർത്യ അർച്ചിസ് ദുർവിഭാവ്യേന കർമ്മണ. അതായത് സങ്കൽപ്പിപ്പാൻ പോലും അശക്യമായ കർമ്മം നിമിത്തം. അതാണ് സങ്കല്പിക്കാനും കൂടി അശക്യമാണ് മറ്റുള്ളവർക്ക്. അത്രയും ഉത്തരോത്തരം ആശ്ചര്യം ജനിപ്പിക്കുന്ന ദമ്പതികളായിരുന്നു അവർ. എന്താ പറഞ്ഞത്? ഈ പതിവ്രതയായ അർച്ചിസ് വേനപുത്രനായ ഭർത്താവിനോടുകൂടെ നമ്മളെ അതിക്രമിച്ചിട്ട്, ദേവലോകം അതിക്രമിച്ചിട്ട് മേൽപോട്ട് പോകുന്നു. നോക്കുവിൻ. അപ്പോൾ അവിടെ ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞത് ഏറ്റവും മേലെയാണ്. മനസ്സിലായില്ലേ? അഖണ്ഡ ഐശ്വര്യ പദവിയെ ഉപേക്ഷിച്ച് അതായത് ഈ ലോകത്തെ ചക്രവർത്തി സ്ഥാനമായിരുന്നു, പട്ടമഹിഷിയായിരുന്നു. അപ്പോൾ ഉപേക്ഷിച്ച് ഭർത്തൃസഹിതയായി തപോവനത്തിൽ ചെന്ന് ദുഷ്കരമായ തപസ്സിൽ ആചരിക്കുക, ഭർത്തൃചിതയിൽ ശരീരത്തെ സമർപ്പിക്കുക എന്നീ കർമ്മങ്ങൾ സാധാരണ സ്ത്രീകൾക്ക് മനസ്സാ സങ്കല്പിക്കാൻ സാധാരണ സ്ത്രീകൾക്ക് കഴിയാത്തവയാകുന്നു. ആ കർമ്മത്തിൻ്റെ മാഹാത്മ്യം നിമിത്തം ഈ പതിവ്രതയായ അർച്ചിസ് ഭർത്തൃസഹിതയായിട്ട് നമ്മളുടെ ലോകങ്ങളുടെയും അതിക്രമിച്ചും കൊണ്ട് ഊർധ്വലോകത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് പോകുന്നതിനെ നോക്കുവിൻ. പതിവ്രതകൾക്കുള്ള സ്ഥാനം വൈകുണ്ഠമാണെന്ന് സാരം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 27-ാമത്തെ ശ്ലോകം. തേഷാം ദുരാപം കിഞ്ചന്യൻ മർത്യനാം ഭഗവൽ പദം ഭുവി ലോലായുഷോ യേ വൈ നൈഷ്കർമ്മ്യം സാധയന്ത്യുതാം. ഭൂമിയിലെ ആ മനുഷ്യർക്ക് പ്രാപിപ്പാൻ കഴിയാത്ത അന്യകാര്യം എന്തിരിക്കുന്നു? യാതൊരുത്തർ ചഞ്ചലമായ ആയുസ്സോടുകൂടിയവരായിരുന്നിട്ടും നിഷ്കാമകർമ്മത്താൽ പ്രാപിക്കത്തക്കതായ ഭഗവാന്റെ സ്ഥാനത്തെ സാധിക്കുന്നു. ആശ്ചര്യം എന്നാണ്. നമ്മൾ വിചാരിക്കും ഇന്നവർക്ക് ക്വാളിറ്റി പോരാന്ന്. പക്ഷേ അവരുടെ നിത്യവൃത്തിയിൽ ഈശ്വരോപാസനയുടെ മഹത്വം കൊണ്ട് അവരെന്ത് ചെയ്യണു? വൈകുണ്ഠപ്രാപ്തി പ്രാപിക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് അഹോ മരണധർമ്മികളായ ഭൂലോകവാസികൾക്ക് ലഭിപ്പാൻ കഴിയാത്തതൊന്നുമില്ലെന്ന്
വന്നിരിക്കുന്നു. അപ്പോൾ ഇത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയരുത്. കാരണം ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് എല്ലാം സാധിക്കും. എന്നിട്ടോ എന്തുകൊണ്ടെന്നാൽ മരണമില്ലാത്തവരായ നമ്മളെ നോക്കുമ്പോൾ മർത്യന്മാരുടെ ആയുഷ്കാലം എത്രയോ തുച്ഛവും ചഞ്ചലവുമായിരിക്കെ നിഷ്കാമകർമ്മത്താൽ ലഭ്യമായിരിക്കുന്ന ഭഗവത് ലോകത്തെ അവർ പ്രാപിക്കുന്നു. അപ്പോൾ ദേവന്മാർക്ക് കൂടി സാധിക്കാത്ത കാര്യമാണ് മനുഷ്യന്മാർക്ക് സാധിക്കണത്. എന്തുകൊണ്ട്? നിഷ്കാമകർമ്മം. മമതാഗ്രന്ഥികളല്ലാതെ കണ്ട് പ്രീതിജനകമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ ഈ വൈകുണ്ഠം സുസ്ഥിർഹമായ രീതിയിൽ നേടാവുന്നതേ ഉള്ളൂ എന്ന് പറയാം. ഇനി 28ാമത്തെ ശ്ലോകം. സ വഞ്ചിതോപദാത്മധൃകൃശ്രേണ മഹതാം ഭുവി ലബ്ധ്വാപവർഗ്യം മാനുഷ്യം വിഷയേഷു വിഷജ്ജതേ. മഹത്തായ കഷ്ടത്താൽ ഭൂമിയിൽ മോക്ഷയോഗ്യമായ മനുഷ്യഭാവത്തെ ലഭിച്ചിട്ട് യാതൊരുവൻ വിഷയങ്ങളിൽ ആസക്തനാകുന്നുവോ അവൻ ആത്മാവിനെ ദ്രോഹിക്കുന്നവനും വഞ്ചിക്കപ്പെട്ടവനും ആകുന്നു നിശ്ചയം. നമ്മൾ ഓരോരുത്തരും മനുഷ്യജന്മം കിട്ടിയാൽ ഈശ്വരോപാസനയുടെ മാധ്യമത്തിൽ കൂടി വൈകുണ്ഠലോകം കിട്ടാത്തൊരവസ്ഥ വരുന്നത് മനുഷ്യജന്മം കിട്ടിയിട്ടും നമ്മൾ വഞ്ചിക്കപ്പെടുന്നവരായിത്തീരുന്നു. എങ്ങനെ? സ്വന്തം കർമ്മം പുണ്യവർദ്ധനത്തിന് ആവാത്തത് കൊണ്ട് എന്നർത്ഥം പറയും. അതിൻ്റെ അർത്ഥം ആണ് ഇനി പറയുന്നത്, ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഫലകാംക്ഷ കൂടാതെയുള്ള സ്വധർമാനുഷ്ഠാനത്താൽ ഭഗവത് പദം പ്രാപിച്ച ദമ്പതിമാരായ അവരെ സ്തുതിച്ച ശേഷം സാധാരണ വിഷയാസക്തന്മാരായ മനുഷ്യരെക്കുറിച്ച് വ്യസനിക്കുന്നു. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത മഹാപ്രയാസമുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് കർമ്മഭൂമിയായ മനുഷ്യലോകത്തിൽ മോക്ഷം സാധിപ്പാൻ ഉപകരിക്കുന്ന മാനുഷ്യജന്മം ലഭിച്ചിട്ടും ഏതൊരുവൻ വിചാരശൂന്യനായിട്ട് നായ്ക്കളെ പോലെ ശാക്കൾ, പന്നി മുതലായ ക്ഷുദ്രജന്തുക്കൾ കൂടെ അനായാസേന ലഭിക്കുന്ന തുച്ഛങ്ങളായ വിഷയഭോഗങ്ങളെ ആഗ്രഹിച്ച് കാലം കഴിക്കുന്നുവോ ആ മനുഷ്യൻ പിന്നെയും പിന്നെയും ജന്മമരണാദി കഷ്ടങ്ങളിൽ ആത്മാവിനെ തന്നെ പതിപ്പിക്കുന്നവനാകയാൽ ആത്മദ്രോഹിയും ഭഗവാന്റെ അചിന്ത്യമായ മായയാൽ വഞ്ചിക്കപ്പെട്ടവനുമാകുന്നു. നിശ്ചയം വിഷയാസക്തിയിൽ നിന്ന് വേറിട്ട് മോക്ഷപര്യവസാനിയായ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്ന അവൻ തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് സാരം. അപ്പം മനുഷ്യത്വമില്ലാതെ കണ്ട് മൃഗീയ വാസനകൾക്ക് നമ്മൾ അടിമപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തത് 29ാമത്തെ ശ്ലോകം. മൈത്രേയ വാച എന്നാ മൈത്രേയർ പറഞ്ഞത് ശ്രദ്ധിക്കുക. സ്തുവതീശ്വമരസ്ത്രീഷു പതിലോകം ഗതാവധു യം വാ ആത്മവിദാം ധുര്യോ വൈന്യാ പ്രാപ്യ അച്യുതാശയ. അച്യുതൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഇമ്മാതിരി കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ദേവസ്ത്രീകൾ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്യുതനിൽ ആശയത്തോടു കൂടിയവനും ആത്മാവിനെ അറിഞ്ഞവരിൽ ശ്രേഷ്ഠനുമായ പൃഥു യാതൊന്നിനെ പ്രാപിച്ചുവോ ആ ഭർത്തൃലോകത്തെ, അതായത് വൈകുണ്ഠത്തെ നമ്മളൊക്കെ ഭരിക്കണത് ആരാ? സാക്ഷാൽ ശ്രീഹരി. അതാണ് ശ്രീഹരിയുടെ ആസ്ഥാനത്തിനെയാണ് ഭർത്തൃലോകം എന്ന് പറഞ്ഞത്. ഭാര്യയും പ്രാപിച്ചു, അതായത് അർച്ചിസും പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഇനി അത് മൈത്രേയൻ പറഞ്ഞ ഭാവാർത്ഥത്തിലേക്ക് പോകാം. ദേവസ്ത്രീകൾ ഈ വിധം സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീ ഭഗവാനെ നിരന്തരം ധ്യാനിച്ചതുകൊണ്ട് ആത്മജ്ഞാനികളിൽ വെച്ച് മുഖ്യനായി ഭവിച്ച പൃഥു യാതൊരു ലോകത്തെ പ്രാപിച്ചിരിക്കുന്നുവോ ആ വൈകുണ്ഠത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയും പ്രാപിച്ചു. പാതിവൃത്യം എന്ന ധർമ്മത്തെ ശരിയായി അനുഷ്ഠിക്കുന്ന സ്ത്രീകൾക്ക് വൈകുണ്ഠപ്രാപ്തിയാണ് പരമഫലം എന്ന് സാരം. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം ഒക്കെ ആവാം. അപ്പോൾ ഇതിനൊക്കെ മൂലകാരണം എന്താ? നാരായണ സേവ.
ആരാണ് നാരായണനെ ശരിക്ക് മനസ്സറിഞ്ഞ് സേവിക്കുന്നത്, ആ ശ്രീമൻ നാരായണൻ നമ്മൾക്ക് പടിപടിയായിട്ട് ഉയരാനും മോക്ഷത്തെ പ്രാപിക്കാനും അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല, ഭഗവാൻ ഒരു പ്രേരണ കൂടി ചെയ്യും. നമ്മുടെ ഓരോരുത്തരുടെയും 2 നേരത്തെയോ 3 നേരത്തെയോ പ്രാർത്ഥനകൾ ലോകാസമസ്ത സുഖിനോ ഭവന്തി ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം. നാരായണൻ കൊടുക്കില്ലേ?